PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൻഡിക്സ് 3 ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. അപ്പൻഡിക്സ് 3 ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. ഉത്തരം ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. KCS റൂൾസിന് 3 അപ്പൻഡിക്സുകളുണ്ട്. അപ്പൻഡിക്സ് 1 പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് അപ്പൻഡിക്സ് 1 പറയുന്നത്. അപ്പൻഡിക്സ് 2 എല്ലാ ഫോംസിനെ കുറിച്ചും പറയുന്നത്. 39 ഫോംസാണ് അപ്പൻഡിക്സ് 2 പറയുന്നത്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 1 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3, ഐഡൻറ്റിറ്റി കാർഡ് ഫോം നമ്പർ 6A. ഇങ്ങനെ ഓരോന്നിനും പലതരത്തിലുള്ള ഫോംസ് ഉണ്ട്. ഈ ഫോമുകളെക്കുറിച്ച് പറയുന്നത് അപ്പൻഡിക്സ് 2 അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. അടുത്ത ചോദ്യം, Which cooperative societies act controlled regulated markets in Kerala? Which cooperative societies act controlled regulated markets in Kerala? ഉത്തരം മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1932. സെക്ഷൻ 28B ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 28B ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 28B. റൂൾ 35B ആണ്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഉത്തരം സെക്ഷൻ 45. സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് 42. ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് സെക്ഷൻ 43. അടുത്ത ചോദ്യം, ഹൂ ഡിക്ലെയർഡ് എ സൊസൈറ്റി ആസ് അപ്പെക്സ് ഓർ നോട്ട്? ഹൂ ഡിക്ലെയർഡ് എ സൊസൈറ്റി ആസ് അപ്പെക്സ് ഓർ നോട്ട്? ഉത്തരം രജിസ്ട്രാർ. ഒരു അപ്പെക്സ് സൊസൈറ്റീനെ ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. എന്നാൽ സെൻട്രൽ സൊസൈറ്റീനെ രജിസ്ട്രാർക്കും ഗവൺമെൻറ്റിനും ഡിക്ലെയർ ചെയ്യാം. സെക്ഷൻ 2 സബ്സെക്ഷൻ എയിലാണ് അപ്പെക്സ് സൊസൈറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പെക്സ് സൊസൈറ്റികളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ദ ഹോൾ സ്റ്റേറ്റ് ആണ്. മെമ്പേഴ്സായിട്ട് വരുന്നത് അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ്. ആൻ അപ്പെക്സ് സൊസൈറ്റി ഈസ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദി രജിസ്ട്രാർ. അടുത്ത ചോദ്യം, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ദ ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ കോൾഡ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ദ ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ കോൾഡ്. ഉത്തരം ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും മെമ്പറായിട്ട് വരുന്നത് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ IBയിലാണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആണ്. Who was the Minister of Cooperation at the time of first deposit mobilization campaign in 1976? Who was the Minister of Cooperation at the time of first deposit mobilization campaign in 1976? ഉത്തരം ബേബി ജോൺ. 1976 ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് കോർപ്പറേഷൻ മിനിസ്റ്റർ ആയിരുന്നത് ബേബി ജോൺ ആണ്. KCS ആക്ട് 1969 പ്രാബല്യത്തിൽ വരുമ്പം കോർപ്പറേഷൻ മിനിസ്റ്റർ ആയിരുന്നത് PR കുറുപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ വനിതാ സഹകരണ മന്ത്രിയാണ് M കമലം. ഡാഷ് ഈസ് ദ സോൾ അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡാഷ് ഈസ് ദ സോൾ അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം രജിസ്ട്രാർ. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു കൊടുക്കാനുള്ള പരമാധികാരമുള്ളത് രജിസ്ട്രാർക്കാണ്.
രജിസ്ട്രാറെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3. രജിസ്ട്രാറെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ പിയിലാണ്. സെക്ഷൻ 12 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത് സെക്ഷൻ 12 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത് ഉത്തരം അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ പറയുന്നത് സെക്ഷൻ 12ലാണ്. ബൈലോ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 9. ബൈലോ അമെൻമെൻറ്റിന് വേണ്ട മെജോറിറ്റി എത്രയാണ് ചോദിച്ചാൽ അത് 2/3 മെജോറിറ്റിയാണ്. ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം, അതിൽ 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കണം. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനിൽ സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പേഴ്സുമാണ് സൈൻ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സൈൻഡ് ബൈ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി സൈൻഡ് ബൈ ഉത്തരം ഓൾ ദ ആപ്ലിക്കൻറ്റ്സ്. എല്ലാ ആപ്ലിക്കൻറ്റും രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യണം. ഫോം നമ്പർ 1ലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ ഡ്രാഫ്റ്റഡ് ബൈലോയുടെ 3 കോപ്പി അറ്റാച്ച് ചെയ്യണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിമം 25 ആൾക്കാരാണ് വേണ്ടത്. ഹൗ മെനി മെമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി? ഹൗ മെനി മെമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി? ഉത്തരം 3 to 5. പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3 മുതൽ 5 വരെയുള്ള മെമ്പേഴ്സാണ്. അതിലൊരാൾ ചീഫ് പ്രൊമോട്ടറാണ്. ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ. ഇലക്ഷൻ ടു ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ, അതുപോലെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇലക്ഷൻ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും ഒക്കെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഹൂ ഹാസ് ദ പവർ ടു അപ്പോയിൻറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി? Who has the power to appoint an administrator or administrative committee? ഉത്തരം രജിസ്ട്രാർ. അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ് ആണ്. അതിലൊരാൾ കൺവീനറാണ്. ഇവർ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി നോർമലി 6 months ആണ്. രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്? വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്? ഉത്തരം സെക്ഷൻ 29. KCS ആക്ടിൻ്റെ സെക്ഷൻ 29ലാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഹെൽഡ് ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ്. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി ആർ നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്? വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി ആർ നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്? ഉത്തരം സെക്ഷൻ 39. റിസർവ് ഫണ്ട് ജപ്തി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് സെക്ഷൻ 39ലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ഡീൽസ് ഇൻ റൂൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ഡീൽസ് ഇൻ റൂൾ. ഉത്തരം റൂൾ 53A. റൂൾ 53ൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാണ്. 53Aയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെയും കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെയും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെയും ഒക്കെ മാക്സിമം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ക്വാളിഫിക്കേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ക്വാളിഫിക്കേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഉത്തരം മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുമ്പാകെയാണ്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് ആർബിട്രേഷൻ കോർട്ടിന് മുമ്പാകെയാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ യോഗ്യത എന്ന് പറയുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ് ആണ്. ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിംഗ്സ് വിത്തിൻ എ പീരീഡ് ഓഫ്. The liquidator shall complete the winding up proceedings within a period of. ഉത്തരം 2 years from the date of his appointment. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്.
ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യണം. ലിക്വിഡേറ്റർ സമയാസമയം രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൊടുക്കണം. സെക്ഷൻ 72 ലിക്വിഡേറ്ററെ കുറിച്ച് പറയുന്നത്. ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 73. ഹൂ ഷാൽ മെയിൻറ്റെയിൻ കോമൺ ലിക്വിഡേഷൻ ഫണ്ട്? ഹൂ ഷാൽ മെയിൻറ്റെയിൻ കോമൺ ലിക്വിഡേഷൻ ഫണ്ട്? ഉത്തരം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ. കോമൺ ലിക്വിഡേഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലാണ്. ലിക്വിഡേഷൻ്റെ സമയത്തുള്ള അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി ഫിനാൻസിംഗ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫിനാൻസിംഗ് ബാങ്കിൽ ഇത് 2 വർഷത്തിൽ കൂടുതൽ കിടക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് സ്വമേധയാ അല്ലെങ്കിൽ ലിക്വിഡേറ്ററിൻ്റെ ആപ്ലിക്കേഷന്മേൽ അല്ലെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാറുടെ ആപ്ലിക്കേഷന്മേൽ ഈ എമൗണ്ട് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. The secretary of the tribunal shall be. The secretary of the tribunal shall be. ഉത്തരം ഡെപ്യൂട്ടി രജിസ്ട്രാർ. ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 81. ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഒരു മെമ്പർ മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ. റാങ്ക് ഓഫ് ട്രിബ്യൂണൽ ഈസ് ഡിസ്ട്രിക്ട് ജഡ്ജ്. ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറിയാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. An application for review shall be made within dash days from the date of communication of order of the tribunal. An application for review shall be made within dash days from the date of communication of order of the tribunal. ഉത്തരം 90 days. മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ മുമ്പാകെയാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുമ്പാകെയാണ്. ഈ 2 പേരുടെയും വിധിക്കെതിരെ അപ്പീൽ കൊടുക്കേണ്ടത് ട്രിബ്യൂണലിനാണ്. അപ്പീൽ 60 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. എന്നാൽ ട്രിബ്യൂണലിന് മുമ്പാകെ റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ഇനി റിവിഷനുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിനൊരു ടൈം ലിമിറ്റ് പറയുന്നില്ല. റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ 90 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അപ്പീൽ കൊടുക്കുന്നത് 60 ദിവസത്തിനുള്ളിൽ തന്നെയാണ്. മാക്സിമം ഫീ ഫോർ അപ്പീൽ ബിഫോർ ട്രിബ്യൂണൽ ഇൻ മോണിറ്ററി ഡിസ്പ്യൂട്ട്. മാക്സിമം ഫീ ഫോർ അപ്പീൽ ബിഫോർ ട്രിബ്യൂണൽ ഇൻ മോണിറ്ററി ഡിസ്പ്യൂട്ട്. ഉത്തരം 3000. മോണിറ്ററി ഡിസ്പ്യൂട്ടിന് ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫീസ് കൊടുക്കേണ്ടത് മിനിമം 500 മാക്സിമം 3000 ആണ്. ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 3000 മറ്റ് ഡിസ്പ്യൂട്ടുകൾക്ക് 750 രൂപയുമാണ്. ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ റിവിഷന് അല്ലെങ്കിൽ റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട ഫീസ് 325 രൂപ. ചോദ്യം ഇതായിരുന്നു, മാക്സിമം ഫീ ഫോർ അപ്പീൽ ബിഫോർ ട്രിബ്യൂണൽ ഇൻ മോണിറ്ററി ഡിസ്പ്യൂട്ട്. ഉത്തരം 3000. The nomination of the candidates for election to Circle Cooperative Union is made in. The nomination of the candidates for election to Circle Cooperative Union is made in. ഉത്തരം ഫോം നമ്പർ 14A. ഫോം നമ്പർ 14Aയിലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുള്ള കാൻഡിഡേറ്റ്സ് നോമിനേഷൻ കൊടുക്കേണ്ടത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. റൂൾ 126 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾസ് പറയുന്നത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡി ഇല്ല, മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷന് കാൻഡിഡേറ്റ്സ് നോമിനേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 14Aയിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ ഫോം നമ്പർ 14Bയിലുമാണ് കൊടുക്കേണ്ടത്. എനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ റെഫേഴ്സ് ടു. എനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ റെഫേഴ്സ് ടു. ഉത്തരം രജിസ്ട്രാർ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യേണ്ടത് രജിസ്ട്രാറാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. നമ്പർ ഓഫ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നമ്പർ ഓഫ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഉത്തരം 2. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 2. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലും അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഡിറ്റും.
യൂത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ. യൂത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ. ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ KCS ആക്ടിൻ്റെ സെക്ഷൻ 89 പ്രകാരം ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നത് 1970 നവംബർ 21 ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 89 പ്രകാരമാണ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. Quorum for the Managing Committee of State Cooperative Union is. Quorum for the Managing Committee of State Cooperative Union is. ഉത്തരം 12. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 23 അംഗങ്ങളാണുള്ളത്. കോറം 12. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡിയിലെ കോറം എന്ന് പറയുന്നത് 1/4 or 20 whichever is less ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് സഹകരണ ജേണൽ. കസ്റ്റോഡിയൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കസ്റ്റോഡിയൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. മിനിമം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് 2000 രൂപയാണ്. മാക്സിമം 1 ലക്ഷം രൂപ. Affiliation fee is calculated on the basis of. Affiliation fee is calculated on the basis of. ഉത്തരം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് അഫിലിയേഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേഷന് ഫീസ് ഉണ്ട്. അത് മിനിമം 100 രൂപയും മാക്സിമം 2000 രൂപയുമാണ്. ഓരോ സൊസൈറ്റിയുടെയും അഫിലിയേഷൻ ഫീസ് കണക്കാക്കുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. രജിസ്ട്രേഷൻ ഫീ ഫോർ എ സൊസൈറ്റി ഫോർ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ്. രജിസ്ട്രേഷൻ ഫീ ഫോർ എ സൊസൈറ്റി ഫോർ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ്. ഉത്തരം 12,500. ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ 2500, ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയ്ക്ക് ഉള്ളിലുമാണെങ്കിൽ 5000, ഒരു ജില്ലയാണ് വരുന്നതെങ്കിൽ 6250, ഒരു ജില്ലയിൽ കൂടുതലുണ്ടെങ്കിൽ 12500. സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. ഉത്തരം ജോയിൻറ്റ് രജിസ്ട്രാർ. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൻ്റെ സെക്രട്ടറി ജോയിൻറ്റ് രജിസ്ട്രാറാണ്. സെക്ഷൻ 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ടേം ഓഫ് എംപ്ലോയി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ടേം ഓഫ് എംപ്ലോയി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം 58 years ഓഫ് ഏജ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 58 വയസ്സാണ്. റൂൾ 37A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. റൂൾ 37A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത്. ഉത്തരം ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ്. കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ അപ്പോയിൻമെൻറ്റ് ഇതൊക്കെ പറയുന്ന റൂളാണ് റൂൾ 37A. മാനേജിംഗ് കമ്മിറ്റി കോപ്റ്റഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവലോടുകൂടി ആയിരിക്കണം. കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ കോപ്റ്റഡ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നില്ല എങ്കിൽ രജിസ്ട്രാർക്ക് മതിയായ നോട്ടീസ് നൽകിക്കൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. റൂൾ 37A ഡീൽസ് വിത്ത് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ്. റൂൾ 35CA മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷനും മെമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും പറയുന്ന റൂളാണ് റൂൾ 35CA. നമുക്കറിയാം കേരള ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 21 അംഗങ്ങളാണുള്ളത്. അതിൽ 15 A ക്ലാസ് മെമ്പേഴ്സ് ഉണ്ട്. 15 A ക്ലാസ് മെമ്പേഴ്സിൽ 14 പേർ ഓരോ ജില്ലയിൽ നിന്നുള്ള പാക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പ്രതിനിധിയുമാണ്. 15 A ക്ലാസ് മെമ്പേഴ്സും 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സും 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സുമാണ് കേരള ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്.
14 ജില്ലകളിൽ നിന്നുള്ള പാക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൽ 10 പേർ ജനറൽ കാറ്റഗറിയിൽ നിന്നും 3 പേര് വുമൺ റിസർവേഷനും ഒരാൾ SC/ST റിസർവേഷനുമാണ്. കേരള ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 35CA. അടുത്ത ചോദ്യം, ആസ് പെർ റൂൾ 43 സബ് റൂൾ 1A either the president or the vice president of a primary Anand Pattern Milk Cooperative Society shall be dash. As per Rule 43 Sub Rule 1A, either the president or the vice president of a primary Anand Pattern Milk Cooperative Society shall be a dash. ഉത്തരം വുമൺ. റൂൾ 43 സബ് റൂൾ 1A അനുസരിച്ച് ആപ്കോസിൻ്റെ, അതായത് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഒരു വുമൺ ആയിരിക്കണം. അതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു റൂളാണ് 43B, പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. റൂൾ 43B പറയുന്നത് ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് ഓർ വൈസ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെയോ വൈസ് പ്രസിഡൻറ്റിൻ്റെയോ അഭാവത്തിൽ അവരുടെ അധികാരം കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ചാണ് റൂൾ 43Bയിൽ പറയുന്നത്. റൂൾ 43B ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റ് ഓർ വൈസ് പ്രസിഡൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 56A ഡീൽസ് വിത്ത്. റൂൾ 56A ഡീൽസ് വിത്ത് ഉത്തരം വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നതിനെക്കുറിച്ചാണ് റൂൾ 56Aയിൽ പറയുന്നത്. റൂൾ 56A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 59A. റൂൾ 56Aയും സെക്ഷൻ 59Aയും പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനാണ് പറയുന്നത്. കഴിഞ്ഞ എക്സാമിന് റൂൾ 50A ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ട്രെയിനിങ് പ്രോഗ്രാമാണ്. കോപ്പറേറ്റീവ് ലോയിൽ നിന്നും തിരഞ്ഞെടുത്ത 35 ചോദ്യങ്ങളാണ് റിവിഷൻ്റെ ഭാഗമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ CSEB ജൂനിയർ ക്ലർക്ക് എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC പോസിറ്റീവ് പോയിൻറ്റിൻ്റെ വിജയാശംസകൾ.